ഹായ് ഓൾ ഓഫ് യു ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 1 ഹ്യൂമനിസത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഹ്യൂമനിസം എന്താണെന്നുള്ള ചെറിയ ഐഡിയ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് റിനൈസൻസ് എന്ന് പഠിച്ചു. റിനൈസൻസിൻ്റെ ഭാഗമായി എല്ലാ ഫീൽഡ്സിലും വന്ന ചേഞ്ചിനെ കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോയി. അതിൽ റിനൈസൻസ് ഏറ്റവും കൂടുതൽ പ്രകടമായത് ഇറ്റലിയിലാണെന്നും പറഞ്ഞു. ഇറ്റലിയിലെ റിനൈസൻസ് ഉദിക്കുന്ന അതേ ടൈമിൽ തന്നെ അവിടുത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പതനവും ആരംഭിച്ചിരുന്നു. അഗ്രികൾച്ചർ മേഖലയിൽ വലിയ നഷ്ടം വരികയും അതോടുകൂടി ഫ്യൂഡൽ ആധിപത്യം കുറയുകയും ചെയ്തു. നിലവിലിരിക്കുന്ന മരുന്നുകളൊന്നും പ്ലേഗിന് ചികിത്സയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ജനങ്ങൾ എങ്ങോട്ടേക്ക് പോയി? ഗ്രീക്കിൻ്റെയും റോമിൻ്റെയും ചരിത്രം പഠിക്കാനായിട്ട് തുടങ്ങി. അവരുടെ മെഡിസിനിൽ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തു. അതിനുശേഷം അവിടുന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ എങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു? ഇറ്റലിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 13 പോകാം. ഹ്യൂമൻ ബീയിങ് അറ്റ് ദി സെൻറ്റർ. മനുഷ്യൻ കേന്ദ്രമാവുകയാണ്. മനുഷ്യൻ കേന്ദ്രമാവുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതുവരെ മനുഷ്യനായിരുന്നില്ല കേന്ദ്രം എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കൊന്ന് നോക്കാം. The Middle Ages were predominantly influenced by the philosophical school of thought known as Scholasticism, which was deeply noted in Christian theology, although Scholasticism encouraged knowledge and research. ഇനി The Middle Ages were predominantly influenced by the philosophical school of thought known as Scholasticism. ശരിക്കും ഈ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി, ഒരു തത്വശാസ്ത്രമായിരുന്നു ഏത്? സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത്. വിച്ച് വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ക്രിസ്ത്യൻ തിയോളജി. പക്ഷേ ഈ തത്വശാസ്ത്രം എന്തിൻ്റെ വേര് പറ്റി നിന്നിരുന്നു? ക്രിസ്ത്യൻ തിയോളജി, അതായത് ക്രിസ്ത്യൻ മതവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു തത്വശാസ്ത്ര ശാഖയാണ് സ്കോളാസ്റ്റിസിസം. ഇനി ഇറ്റ് എൻകറേജ് നോളജ് ആൻഡ് റിസർച്ച്. ഇത് ശരിക്കും റിസർച്ചിനും അതുപോലെ നോളജിനും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു, അതായത് അറിവ് മേഖലയെയും അതുപോലെ നമ്മുടെ റിസർച്ചിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിലും ഇറ്റ് പ്രയോറിറ്റൈസ് ദ ഡിവൈൻ ആൻഡ് ദി ആഫ്റ്റർ ലൈഫ്. ഇത് വളരെ ദൈവികമായ കാര്യങ്ങൾക്കും പരലോക ജീവിതം എന്ന ആശയങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഈ സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ടാണെന്ന് മനസ്സിലായി. മിഡിൽ ഏജസിൽ നിലനിന്നിരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണെന്ന് മനസ്സിലായി. രണ്ടാമത്തത് ഇറ്റ് ഈസ് ഡീപ്ലി റൂട്ടഡ്. രണ്ടാമത്തെ പോയിന്റ് ക്രിസ്ത്യൻ തിയോളജിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ടായിരുന്നത് സ്കോളാസ്റ്റിസിസം. ഇത് റിസർച്ചിനും അറിവിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്, ദൈവികമായിട്ടുള്ള ചിന്തകൾക്കാണ്. അതുമാത്രമല്ല പരലോകവാസത്തെക്കുറിച്ച്, പരലോക ജീവിതത്തെക്കുറിച്ചും ദൈവികതയെക്കുറിച്ചൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങി. The concept of humanism emerged as a departure from Christian theology, emphasizing the significance of human experience, worldly life and rational inquiry. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എമർജ് ചെയ്യുന്നത്, അതായത് ഉണ്ടാവുന്നത്. ആ ടൈമിൽ എന്ത് സംഭവിച്ചു? ക്രിസ്ത്യൻ ഐഡിയോളജിയിൽ നിന്ന്, അല്ലെങ്കിൽ മതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ആ ടൈമിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ചിന്തകൾക്ക് വേരിയേഷൻ വരാൻ തുടങ്ങി. അപ്പോൾ മതത്തിൽ നിന്ന് ആരിലേക്ക് മാറാൻ തുടങ്ങി? മനുഷ്യൻ കേന്ദ്ര കഥാപാത്രമാവാൻ തുടങ്ങി. അപ്പോൾ ആർട്ടിലായാലും ലിറ്ററേച്ചറിലായാലും ഇപ്പോൾ നോവലിലായാലും എല്ലാത്തിലും ആര് കേന്ദ്ര കഥാപാത്രമായി തുടങ്ങി? മനുഷ്യൻ. അപ്പോൾ ഹ്യൂമനിസം വന്നപ്പോഴേക്കും
ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ യുക്തി ചിന്തയ്ക്ക് റാഷണൽ ഇൻക്വയറിക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി. എങ്ങനെയാണ് ലോക ജീവിതം എന്നെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റു ആളുകളുടെ പ്രശ്നങ്ങൾ അറിയാൻ തുടങ്ങി. അപ്പോൾ ഈ സ്കോളാസ്റ്റിസിസത്തിൽ നിന്ന് ഹ്യൂമനിസത്തിന് ഒത്തിരി വ്യത്യാസം ഉണ്ടായി. ഇനി നോക്കുക, ഹ്യൂമനിസ്റ്റ് highlighted the uniqueness, emotions, capabilities, literary expression and communication skills inherent in humanity. അതായത് ഹ്യൂമാനിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ഹ്യൂമനിസ്റ്റുകൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഹ്യൂമാനിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു. സ്കോളാസ്റ്റിസിസ്റ്റ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ക്രിസ്ത്യൻ തിയോളജിക്കൽ റിലീജിയനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇനി മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസിനെ, അവൻ്റെ കേപ്പബിലിറ്റി, അവൻ്റെ കഴിവിനെ, അവൻ്റെ സാഹിത്യത്തിനെ, അവന് പറയാനുള്ള ആശയങ്ങളെ, കമ്മ്യൂണിക്കേഷനെ, ഇതിനെ എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും പരസ്പരം ഷെയർ ചെയ്യുന്നതിനും വേണ്ടിയും ആര് സഹായിച്ചു? ഈ ഹ്യൂമനിസം സഹായിച്ചു. ആരുടെ സഹായത്തോടുകൂടി? ഹ്യൂമനിസ്റ്റുകളുടെ സഹായത്തോടുകൂടി. This paradigm shift was found on a transformation from a theological perspective to a human-centered outlook. അതുവരെ ഉണ്ടായിരുന്ന തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു മനുഷ്യൻ കേന്ദ്രീകൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അത് ആദ്യം പറഞ്ഞതുപോലെ ആർട്സിലായാലും ലിറ്ററേച്ചറിലായാലും എല്ലാത്തിലും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി. Humanism also accommodated dissenting voices and criticism, questioning the authority of religious dogma and domination. അപ്പോൾ ഹ്യൂമനിസം വന്നതോടുകൂടി മനുഷ്യൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ വരാൻ തുടങ്ങി, വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി, അല്ലേ? എന്തിനാണ് വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നത്? എന്തിനാണ് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യപരമായ ചർച്ചകൾ എന്തിന് സഹായിക്കും? പുതിയ പുതിയ ആശയങ്ങൾ ഉടലെടുക്കാനും പുതിയ പുതിയ ഐഡിയാസ് എമർജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ പാരഗ്രാഫിൽ 2 കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ടും പറഞ്ഞത്, ഒന്നാമത്തത് സ്കോളാസ്റ്റിസിസം, രണ്ടാമത്തത് ഹ്യൂമനിസം. പിന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസും ചെറുതായിട്ട് സൂചിപ്പിച്ചു. എന്താണെന്ന് നോക്കിക്കേ. സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ തിയോളജിയിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ സെൻറ്റേർഡ് ആണ്. പിന്നെ പറയാനുള്ളത്, ഈ സ്കോളാസ്റ്റിസിസത്തിൽ പറയുന്നത് പ്രധാനമായിട്ട് റിസർച്ച് നോളജിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമനിസവും എന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ചും നോളജും എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കോളാസ്റ്റിസ്റ്റുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്തിനാണ്? ഡിവൈൻ ആയിട്ടുള്ളതും ആൻഡ് ആഫ്റ്റർ ലൈഫിനൊക്കെയാണ്, പരലോക ജീവിതത്തിനും ദൈവത്തിനുമാണ്. പക്ഷേ ഹ്യൂമനിസ്റ്റുകൾ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്തിനാണ്? വേൾഡിലി ലൈഫ് ആൻഡ് റാഷണൽ ഇൻക്വയറിക്കും ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഹ്യൂമനിസ്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മനുഷ്യൻ്റെ ലിറ്റററിയും ഇമോഷൻസിനെയും അതുപോലെ യുണീക്നെസ്സിനെയും എല്ലാത്തിനെയും അംഗീകരിക്കാൻ തുടങ്ങി. അത് തന്നെ വലിയൊരു കാര്യമാണ്, അല്ലേ? ഒരു മനുഷ്യൻ്റെ നന്മയെ അംഗീകരിക്കുക, ഏതെങ്കിലും രീതിയിൽ അവനുണ്ടായ നന്മയെ അവന് പ്രകടിപ്പിക്കാൻ പറ്റാതിരുന്നാൽ അതിനെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക, ഇതൊക്കെ ആർക്ക് സാധ്യമാണ്? ഹ്യൂമനിസ്റ്റുകൾക്ക് സാധ്യമാണ്. ഇനി ഡ്യൂറിങ് ദിസ് പീരീഡ് പീപ്പിൾ widely read ancient Greco-Roman works. ഈ ടൈമിൽ ഗ്രീക്കിൻ്റെയും റോമൻ്റെയും ഒത്തിരി വർക്ക്സുകൾ ആളുകൾ വായിക്കാൻ തുടങ്ങി. The Arabs played a significant role in disseminating the ideas of the ancient Greek ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ത്രൂ ഔട്ട് യൂറോപ്പ്. അതായത് അരിസ്റ്റോട്ടിൽ, അദ്ദേഹം വലിയൊരു തത്വശാസ്ത്രജ്ഞനാണ് ഗ്രീക്കിലെ. അദ്ദേഹം മാത്രമല്ല രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവും കൂടിയാണ് അരിസ്റ്റോട്ടിൽ. ദ അറബ്സ് പ്ലേഡ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ഡിസെമിനേറ്റിംഗ് ദ ഐഡിയാസ് ഓഫ് ദി ഏൻഷ്യൻ ഗ്രീക്ക്. പുരാതന ഗ്രീക്കിലെ ഫിലോസഫറായിരുന്ന അരിസ്റ്റോട്ടിലിനെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിക്കാനും സ്പ്രെഡ് ചെയ്യാനും അറബ്സ് ഒരു വലിയ റോളാണ് അറബ്സിനുണ്ടായിരുന്നത്. ഹ്യൂമനിസ്റ്റ് പ്രൊഡ്യൂസ്ഡ് വർക്ക്സ് ഇൻ റീജിയണൽ ലാംഗ്വേജസ്. അതായത് അവരുടെ തന്നെ ഈ തദ്ദേശ ഭാഷയിൽ തന്നെ അവരുടെ റീജിയണൽ ലാംഗ്വേജസിൽ ഹ്യൂമനിസ്റ്റുകൾ ഒത്തിരി വർക്കുകൾ എഴുതാൻ തുടങ്ങി.
ആൻഡ് ക്രിയേറ്റഡ് പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഇൻ ദി ഗ്രീക്കോ-റോമൻ സ്റ്റൈൽ. ഗ്രീക്കിൻ്റെ റോമൻ്റെ സ്റ്റൈലിൽ പുതിയ പുതിയ പെയിൻറ്റിങ്സുകൾ ചെയ്യാൻ തുടങ്ങി, ആർട്ട് വർക്കുകൾ, സ്കൾപ്ചേഴ്സ് ചെയ്യാൻ തുടങ്ങി. Although ancient Greco-Roman civilization served as their primary source of inspiration, the humanist perspective was distinctly different. കാര്യം ഗ്രീക്കിൻ്റെ റോമൻ്റെ സിവിലൈസേഷനൊക്കെ ഇവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ വർക്ക്സൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രം ഈ ഗ്രേക്കോ റോമനെ ആണെങ്കിൽ പോലും അവരുടെ ഒരു കാഴ്ചപ്പാട് വളരെയധികം വ്യത്യാസമായിരുന്നു. ഗ്രേക്കോ റോമൻ ആർട്ട് ഡെപിക്റ്റഡ് ഗോഡ്സ്. ഈ ഗ്രീക്കിൻ്റെ റോമിൻ്റെ ആർട്ടുകൾ എന്തിന് കൂടുതൽ പ്രാധാന്യം നൽകി, എന്തിൽ ഊന്നിയതായിരുന്നു? ദൈവത്തിലും. ആൻഡ് ദ വെൽത്തി ആൻഡ് ദി പവർഫുൾ ഇൻ ഓൾ ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് സ്പ്ലെൻഡർ. ഇവർ ചെയ്യുന്നതിലെല്ലാം ദൈവത്തിനും സമ്പന്നർക്കും സൗന്ദര്യത്തിനും പ്രാധാന്യം നൽകിയിട്ടുള്ളവയായിരുന്നു. മനസ്സിലായോ? ആർക്കൊക്കെയാണ്? ഗോഡിനും വെൽത്തിനും ബ്യൂട്ടിക്കും. അവർ ചെയ്യുന്ന എല്ലാ വർക്കും നല്ല പൂർണ്ണതയോടെ നല്ല സൗന്ദര്യത്തിൽ അവർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ്? ദൈവത്തിനും പണം കയ്യിലുള്ള സമ്പന്നരെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഹൗവർ റിനൈസൻസ് ആർട്ട് റെപ്രസെൻറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ഓൾ ഇറ്റ്സ് നാച്ചുറൽനെസ്. അപ്പോൾ നോക്കുക, റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് മനുഷിക പരിഗണനയ്ക്ക് മനുഷ്യൻ കേന്ദ്ര കഥാപാത്രമാവാൻ തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാ തലത്തിലും ഹ്യൂമൻ ബീയിങ്സിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ ന്യൂമറസ് വർക്ക്സ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ റിനൈസൻസ് പീരിയഡ് ബിയർ ടെസ്റ്റിമണി ഓഫ് ടു ദിസ് ഷിഫ്റ്റ്. ശരിക്കും ഈ റിനൈസൻസുമായി ബന്ധപ്പെടുത്തി നോക്കി എല്ലാ ചിത്രങ്ങളായാലും ആർട്സ് ആയാലും ലിറ്റററി വർക്കിലൊക്കെ ഒരു സ്വാഭാവികതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് റിയൽ ആയിട്ട് എന്താണോ ഉള്ളത്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തലമുറയിലും എന്ത് തന്നെയായിരിക്കും? മതത്തിനേക്കാൾ കൂടുതൽ ഈ റിയാലിറ്റി ആയിരിക്കും മനുഷ്യരെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കിപ്പോൾ റോഡ് ഷോ നമ്മൾ കാണാൻ പോവുകയാണ്. നമുക്കറിയാം പഞ്ചായത്തുകളിലും അതുപോലെ സ്കൂളുകളൊക്കെ റോഡ് ഷോ കാണിക്കുന്നുണ്ട്. എന്തിനാണ് സാധാരണ റോഡ് ഷോയിൽ നിലവിൽ കാണിക്കുന്നത്? മയക്കുമരുന്നിനെതിരെയുള്ള അല്ലേ, കുട്ടികളെ എങ്ങനെയാണ് മയക്കുമരുന്ന് രക്ഷിക്കാൻ സാധിക്കുക, അതിൽ നിന്ന് കുട്ടികളെ മാറ്റേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളാണ് അല്ലേ? ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ കുടിവെള്ള പ്രശ്നം, എങ്ങനെ നമുക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും? ഇത് മനുഷ്യൻ നേരിടുന്നൊരു പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ വരച്ച് കാട്ടാനാണ് കലാകാരന്മാർ ശ്രമിക്കുന്നത്. ഹ്യൂമനിസം ലേറ്റർ ബിക്കം എ സോഴ്സ് ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ് across various spheres including painting, architecture, literature, politics, history, science and religion. ഇപ്പോൾ ശാസ്ത്രത്തിലായാലും മതത്തിലായാലും ചരിത്രത്തിലായാലും പൊളിറ്റിക്സിലായാലും സാഹിത്യത്തിലായാലും ആർക്കിടെക്ചറിലായാലും എല്ലായിടത്തും ഹ്യൂമനിസം പിന്നീട് വലിയൊരു ചേഞ്ചസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ റിനൈസൻസ് ഇൻ എസൻസ് എംബഡീസ് ദീസ് ചേഞ്ചസ്. ഈ ചേഞ്ചസൊക്കെ എന്തിൽ നിന്ന് സ്വായത്തമാക്കിയതാണ്? നവോത്ഥാനത്തിൽ നിന്ന് സ്വായത്തമാക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് അരിസ്റ്റോട്ടിൽ എന്നുകൂടി നമുക്ക് നോക്കാം. ഹു വാസ് അരിസ്റ്റോട്ടിൽ? അരിസ്റ്റോട്ടിൽ വാസ് എ ഫിലോസഫർ ഹൂ ലിവ്ഡ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. ഏൻഷ്യൻ ഗ്രീസിൽ, പുരാതന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഫേമസ് ആയിട്ടുള്ളൊരു തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. His ideas paved background for new questions and debates in the Renaissance period. അല്ലേ, റിനൈസൻസ് പീരീഡ് നവോത്ഥാന കാലഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തുന്ന പല ചോദ്യങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുകയായിരുന്നു. ഹിസ് വർക്ക്സ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ലാറ്റിൻ ആൻഡ് റീജിയണൽ ലാംഗ്വേജസ് ഇൻ ദ 12th and 13th century. അതായത് 12ാം നൂറ്റാണ്ടിലും 13ാം നൂറ്റാണ്ടിലുമായിട്ട് ലാറ്റിൻ ഭാഷയിലേക്കും അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജസിലേക്കും അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് അരിസ്റ്റോട്ടിൽ പ്ലേസ്ഡ് ഓൺ ദി പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് കപ്പിൾഡ് വിത്ത് ദി profound depth of his scholarly endeavors accounted for the immense interest in these ideas. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകാൻ കാരണം? അദ്ദേഹം സത്യ അന്വേഷണത്തിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ ആ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ സത്യ അന്വേഷണം തന്നെയാണ് എന്ത്, റിനൈസൻസ് കാലത്തെ ഏറ്റവും
മികച്ചതായി കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അരിസ്റ്റോട്ടിലിൻ്റെ ഗ്രന്ഥങ്ങളെ പല ഭാഷകളിലേക്ക് ആ ടൈമിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.